Then according to identifiability and traceability, നമുക്കൊരു കോസ്റ്റിനെ കാണാൻ പറ്റൂല്ലേ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. All cost which can be conveniently identified with a particular cost center or cost unit are known as direct cost. ഇപ്പൊ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് അത് ട്രേസ് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫർണിച്ചർ നോക്കുന്ന സമയത്ത് ഒരു ഫർണിച്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കോസ്റ്റ് എന്താണ്, ഡയറക്റ്റ് കോസ്റ്റ് ആണ്. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അത് ട്രേസ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, these are directly chargeable to a product or activity or department. Material used or labor employed in a manufacturing of a product are commonly an example for direct cost. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മെറ്റീരിയൽ 2000 രൂപയുടെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ വേജസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 1000 രൂപ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും എന്താണ്, ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഡയറക്റ്റ് കോസ്റ്റ് കാരണം ഇത് മെറ്റീരിയൽ ഉണ്ട്, നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഹ്യൂമൻ ബീയിങ് വർക്ക് ചെയ്തിട്ടുണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ബട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില ഗമ്മൊക്കെ ഉണ്ടാവും അല്ലെ, ഗം, നെയിൽസ്, ആണി, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ കാണാൻ വേണ്ടി കഴിയില്ല. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പം ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത്, ട്രേസ് ചെയ്യാൻ കഴിയുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക, ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കുക. ഡയറക്റ്റ് കോസ്റ്റ്. ഓക്കെ, then indirect cost which cannot conveniently be identified with a particular cost unit or cost center are known as indirect cost. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ മുന്നിലേക്ക് ഞാനൊരു ഫുഡ് തന്നു. ഓക്കെ, അപ്പം ഒരു ഫുഡ് തന്നു കഴിഞ്ഞാൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില ഇൻഗ്രീഡിയനെ കുറിച്ച് നമുക്ക് അറിയില്ല. നമുക്ക് ബേസിക് ആയിട്ട് ചിലപ്പം റൈസും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മീറ്റ്, ഇങ്ങനെ ചില സാധനങ്ങൾ മാത്രമേ ഐഡന്റിഫൈ, അല്ലാതെ എല്ലാ ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാൻ പറ്റുമോ, ഇല്ല. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളത് ഉണ്ടാവും. Okay, there are common number of cost unit or cost unit. They are to be apportioned on a suitable basis. The total of direct cost is called overhead. Okay, നമ്മൾ പലതരത്തിലുള്ള ഓവർഹെഡ് ഉണ്ടാവും. ഇപ്പൊ മെറ്റീരിയലിൽ ഇൻഡയറക്റ്റ് ഉണ്ടാവും, ലേബറിൽ ഇൻഡയറക്റ്റ് ഉണ്ടാവും, എക്സ്പെൻസിൽ ഇൻഡയറക്റ്റ് ഉണ്ടാവും. അപ്പൊ ഇതിലെ മൂന്നിൽ ഇൻഡയറക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുക, ഓവർഹെഡ് എന്ന് വിളിക്കുന്നു. ഓവർഹെഡ്, അഗ്രിഗേറ്റ്സ് ഓഫ് ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ്, അതിനെയാണ് വിളിക്കുക ഓവർഹെഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് കോസ്റ്റ് എന്താണ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടൈം ആൻഡ് പീരീഡ്. ടൈം ആൻഡ് പീരീഡ് വെച്ചിട്ട് നമുക്ക് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ വരുന്ന ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, പ്രൊഡക്റ്റ് കോസ്റ്റ്, പീരീഡ് കോസ്റ്റ്, പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് ദീസ് ആർ കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ് after the event take place. They are nothing but actual cost. ഹിസ്റ്റോറിക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു, അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ചില കോസ്റ്റുകൾ അല്ലെ. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ, എന്റെ വീട് എനിക്കൊന്ന് പുതുക്കി പണിയണം, ഞാൻ ഒരു ദിവസം ജെസി വെച്ച് തട്ടി അല്ലെ, അത് പൊളിച്ചു. ദെൻ പിന്നീട് സംഭവിക്കുന്ന കോസ്റ്റ് എന്താണ്, അതെന്തായാലും സംഭവിക്കണം, ആ കോസ്റ്റ് എന്തായാലും സംഭവിക്കണം ഡ്യൂ ടു പാസ്റ്റ് ഡിസിഷൻ. ഞാൻ മുന്നേ എടുത്തൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, പിന്നെ ഞാൻ തീരുമാനം മാറ്റിയിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, കോസ്റ്റ് അവിടെ ഇൻകർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ കോസ്റ്റ് ചാർജ്ഡ് ആസ് എൻ എക്സ്പെൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി പീരീഡ്. സോ ദീസ് ആർ കോസ്റ്റ് വിച്ച് ആർ ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റുമായിട്ട് വളരെ ക്ലോസ് ആയി, ഡയറക്റ്റ് ആയിട്ട് ക്ലോസ് ആയി നിൽക്കുന്ന കോസ്റ്റ്. ഓക്കെ, ദീസ് ആർ കോസ്റ്റ് മേക്കിംഗ് ഓഫ് എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഓക്കെ, example of product cost are direct material, direct labor and factory overhead. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ദെൻ ഫാക്ടറി ഓവർഹെഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ത്, പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് കോസ്റ്റ്. ഓക്കെ, ദെൻ പീരീഡ് കോസ്റ്റ്, they are incurred on the base of time. Generally expenses of fixed nature are termed as period cost. For example, പീരീഡ് കോസ്റ്റിന് എക്സാമ്പിൾ ആണ് ഒന്ന് ഡിപ്രീസിയേഷൻ, റെന്റ്, സാലറി, ഇൻഷുറൻസ്. അപ്പം ഡിപ്രീസിയേഷൻ പറഞ്ഞാൽ ഒരു പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ അത് ചാർജ് ചെയ്യും. സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. റെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പീരീഡ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യു ഷുഡ്
it should be noted that rent paid on office building is a period cost. Office building in the cost എന്താണ് period cost ആണ്. But rent paid for factory building is product cost. Factory building in എന്താണ് പ്രൊഡക്റ്റ് കോസ്റ്റ് ആണ്. കാരണം അത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിലേക്ക് വരുന്ന എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നതാണ്. പക്ഷെങ്കിൽ ഒരു ഓഫീസ് ബിൽഡിങ്ങിന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വരുന്നതാണ്. അപ്പൊ അതൊരിക്കലും എന്ത് ചെയ്യില്ല, പ്രൊഡക്റ്റ് കോസ്റ്റ് അല്ല, അത് നമ്മളെ പീരീഡ് കോസ്റ്റ് ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. ഇപ്പൊ ചില കോസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അഡ്വാൻസ് ആയിട്ട് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഓക്കെ, ഓൺ ദ ബേസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ദി കോസ്റ്റ് വിച്ച് ഈസ് കമ്പ്യൂട്ടഡ് ഇൻ അഡ്വാൻസ്. പ്രൊഡക്ഷന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ കോസ്റ്റ് നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ബജറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. Then on the base of managerial decision നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. സങ്ക് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഡിഫറൻഷ്യൽ കോസ്റ്റ്, ഇംപ്യൂട്ടഡ് കോസ്റ്റ്, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്, ഷട്ട് ഡൗൺ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, കൺവേർഷൻ കോസ്റ്റ്, റെലവന്റ് കോസ്റ്റ്. ഇതിലൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. ഇതിൽ പലതിനെയും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ആദ്യം നമുക്ക് സങ്ക് കോസ്റ്റ് നോക്കാം. ദീസ് ആർ കോസ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. എന്താ വിളിക്കുക, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് കോസ്റ്റ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ദെൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ഇക്കണോമിക്സിൽ പഠിച്ചാണല്ലേ, നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് അല്ലെ, കോസ്റ്റ് ഓഫ് ഫോർ ഗിവിംഗ് ഓപ്പർച്യൂണിറ്റി അല്ലെ, അതിനെ നമ്മൾ എന്ത് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് കൊണ്ടുവരും. ദെൻ ഡിഫറൻഷ്യൽ കോസ്റ്റ്, നമ്മളൊരു തീരുമാനം എടുത്തത് കൊണ്ട് കോസ്റ്റ് ഇങ്ങനെ പോകുന്ന കോസ്റ്റ് ഒന്നുകിൽ ചിലപ്പോൾ കൂടും. ഇല്ല, ഞാൻ ബൈക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്, ഞാൻ കാർ ആക്കാൻ തീരുമാനിച്ചു, കോസ്റ്റ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, ഞാൻ ബൈക്കിന് പോകുന്ന ആളാണ്, ഞാൻ ബസ്സിനാക്കാൻ തീരുമാനിച്ചു, കോസ്റ്റ് എന്ത് ചെയ്യും, കുറയും അല്ലെ. അപ്പം ഒരു ഡിസിഷൻ, ഇഫ് ദിസ് ഡിസിഷൻ വിൽ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓർ ഡിക്രീസ് ഇൻ കോസ്റ്റ്, രണ്ട് കാര്യങ്ങൾക്കാണ് ഇത് എന്ത് ചെയ്യുന്നത്, റിസൾട്ട് ഉണ്ടാവുന്നത്. ഇഫ് ആ ഡിസിഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്നും, അത് ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഡിക്രിമെന്റൽ കോസ്റ്റ് എന്നും നമ്മൾ പറയും. ക്ലിയർ? ദെൻ ഇംപ്യൂട്ടഡ് കോസ്റ്റ്, ദീസ് ആർ ഹൈപ്പോത്തറ്റിക്കൽ ഓർ നോഷണൽ കോസ്റ്റ്. നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. നമ്മൾ വീട്ടിലെ ചെലവ് കണക്കാക്കുന്ന സമയത്ത് നമ്മൾ ഫുഡിന്റെ എക്സ്പെൻസ്, പെട്രോള്, മറ്റെല്ലാ എക്സ്പെൻസും നമ്മൾ പരിഗണിക്കും. പക്ഷെ നമ്മൾ വീട് സപ്പോസ് നമ്മൾ റെന്റിനായിരുന്നെങ്കിൽ റെന്റ് കൊടുക്കേണ്ട വരൂലേന്നോ, അല്ലെ? ഓൺ ബിൽഡിംഗ് നമ്മൾ തന്നെ ആയതുകൊണ്ട് നമ്മൾ റെന്റ് കൊടുക്കുന്നില്ല. സപ്പോസ് അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ നമ്മൾ ചിലപ്പം റെന്റ് കൊടുക്കണം. അപ്പം ഇംപ്യൂട്ടഡ് കോസ്റ്റ് വരുന്നതാണ് ഓൺ ബിൽഡിംഗ് റെന്റ്. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്റെ വീടിന്റെ ഒരു റൂമിൽ വെച്ചിട്ടാണ് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ അല്ലെ പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ ഞാൻ റെന്റ് കൊടുക്കണോ? വേണ്ട. ഞാനല്ലേ ബിസിനസ് മാനേജ് ചെയ്യുന്നത്, ഞാൻ ചിലപ്പോൾ സാലറി എടുക്കുന്നുണ്ടാവില്ല അല്ലെ, സാലറി ഓഫ് ദി ഓണർ, സാലറി ഞാൻ ഡ്രോൺ ചെയ്യുന്നില്ല. അതൊക്കെ എന്താണ്, ഇംപ്യൂട്ടഡ് കോസ്റ്റ് ആണ്, ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ്. നെക്സ്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. Out of pocket cost. Out of pocket cost are those costs which involve cash outflow immediately or in future. നമ്മളെ കയ്യിൽ നിന്ന് പണം ഇപ്പൊ തന്നെ പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പുറത്തേക്ക് പോകുന്നു എങ്കിൽ, ഓക്കെ, മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, റിപ്പയർ, റെന്റ്, ഇൻഷുറൻസ് പ്രീമിയം ആർ ദി എക്സാമ്പിൾ ഫോർ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. നമ്മൾ സാലറി കൊടുക്കുന്നു, റെന്റ് കൊടുക്കുന്നു, കമ്മീഷൻ കൊടുക്കുന്നു ഒക്കെ പറയുന്നത് എന്താണ്, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആണ്. ഓക്കെ, ഇതല്ലാത്തതിനൊരു എക്സാമ്പിൾ ആണ് എന്ത്, ഡിപ്രീസിയേഷൻ. ദിസ് ഇസ് നോട്ട് ആൻ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. ഇതെന്ത് ചെയ്യുന്നില്ല, ഡിപ്രീസിയേഷൻ വാങ്ങാൻ ആരെയും വരുന്നുണ്ടോ ബിസിനസ്സിൽ? ഇല്ല. അതൊരു എക്സ്പെൻസ് ആയിട്ടോ അല്ലെ പ്രൊവിഷൻ ആയിട്ടോ നമ്മൾ പ്രോഫിറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് പോകുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഔട്ട് ഓഫ് പോക്കറ്റ് എന്ന് പറയും. ഡിപ്രീസിയേഷൻ ഇസ് നോട്ട് ആൻ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്. ഓക്കെ, ദെൻ ഷട്ട് ഡൗൺ കോസ്റ്റ്. ഓക്കെ, these are fixed costs which will be incurred even if the plant is closed down temporarily. അല്ലെ, നമ്മളിപ്പോ എന്ത് ചെയ്തു, നമ്മുടെ ഫാക്ടറി അടച്ചിട്ടു. നമ്മളെ ഫാക്ടറി അടച്ചിട്ടാൽ അവിടെ കോസ്റ്റ് വരും അല്ലെ, ഇലക്ട്രിസിറ്റി കോസ്റ്റ് വരും, അവിടെയുള്ള റോ മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കോസ്റ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ പല സ്ട്രൈക്കിനോടും എന്ത് ചെയ്യുന്നത്, വലിയ ഫാക്ടറികൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നത്. അടച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ കോസ്റ്റ് വരും. ഓക്കെ, ഷട്ട് ഡൗൺ കോസ്റ്റ്. നെക്സ്റ്റ് വൺ മാർജിനൽ കോസ്റ്റ്. നമുക്കൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഇൻകേർഡ് ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ്. എന്താണ്
ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് എന്താ പറയാ, മാർജിനൽ കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 10 ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ യു ഹാവ് ടു ഇൻകർ 1000 rupees. ഓക്കെ, അഡീഷണൽ പ്രൊഡക്റ്റ് ഒന്നുകൂടെ നിങ്ങൾ പ്രിപ്പയർ, ഇതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന 10 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാനൊരു ദിവസം അത് എന്ത് ചെയ്തു, 11 യൂണിറ്റ് ആക്കി മാറ്റി. അപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റ് 1050 രൂപയാണെങ്കിൽ ഈ 50 രൂപയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാർജിനൽ കോസ്റ്റ്. ഓക്കെ, കോസ്റ്റ് ഇൻകേർഡ് ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ്. ഒന്ന് ഞാൻ ആഡ് ചെയ്തപ്പോൾ കോസ്റ്റ് എത്രയോ കൂടിയത്, 50 രൂപയാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് മാർജിനൽ കോസ്റ്റ്. ഇനി നമ്മൾ പോകുന്നത് കൺവേർഷൻ കോസ്റ്റ് ആണ്. നമുക്ക് അറിയുന്ന കാര്യം, റോ മെറ്റീരിയലിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു അല്ലെ. കോസ്റ്റ് ഓഫ് കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽ, ഈ റോ മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് ആക്കി മാറ്റാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റെലവന്റ് കോസ്റ്റ്, കോസ്റ്റ് which have a direct influence on the decision making are called relevant cost. These are future costs will change due to managerial decision. For each decision, management must decide which cost are relevant. അപ്പൊ നമ്മൾ കോസ്റ്റിനെ റെലവന്റ് ആയിട്ട് കണക്കാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനം എടുക്കണം. തീരുമാനം എടുക്കുന്ന സമയത്ത് we should consider which costs are relevant.